എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ പരിതാപകരമായ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ പ്രധാനമായി നമ്മുടെ പട്ടികജാതി വകുപ്പ് മന്ത്രി ശ്രീ കേളു അവർക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ്. ശ്രീ കേളുവിനെ കുറിച്ച് ഇതുവരെയായി യാതൊരു അഴിമതി കേസോ മറ്റു മോശമായ പ്രവർത്തനങ്ങളോ ഒരാരോപണങ്ങളോ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിട്ടില്ല. നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹം പട്ടികജാതി വകുപ്പ് മന്ത്രിയും കൂടിയാണ്. എന്നാൽ ഇന്ന് അറിയേണ്ടി വന്ന ഒരു വാർത്ത വളരെ ദുഃഖകരമാണ്. അതായത് കിളിമാനൂരിൽ ഒരു പട്ടികജാതി കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ പട്ടിണിയിലാണ്. കാരണം അവർക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു അരി പോലും അവരുടെ വീട്ടിലില്ല. വളരെ ശോചനീയമായ വീട്ടിൽ ആണ് അവർ താമസിക്കുന്നത്. യാതൊരുവിധ സൗകര്യമില്ലാതെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന അവരുടെ വാർത്ത മാധ്യമപ്രവർത്തകർ പൊതുജനത്തിൻ്റെ മുന്നിലെത്തിച്ച് അതുമൂലമാണ് എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങേർക്ക് താങ്കളുടെ ഈ വകുപ്പിൻ്റെ കീഴിൽ ഒത്തിരി പ്രവർത്തകരുണ്ട്. താങ്കൾ വിചാരിച്ചാൽ കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്തുമുള്ള പട്ടികവർഗക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും താങ്കൾക്ക് ലഭ്യമാക്കും. അതിന് താങ്കൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കിളിമാനൂരിൽ ആ കുടുംബത്തിന് നേരിട്ട ആ ഒരു ബുദ്ധിമുട്ട് നേരിടില്ലായിരുന്നു. അവർ അടുത്തുള്ള വീടുകളിൽ പോയി പാകം ചെയ്ത ഭക്ഷണത്തിൻ്റെ കൊടുക്കുന്ന ആ ഭക്ഷണം കൊണ്ട് അവർ കുടുംബം കഴിയേണ്ട ഒരവസ്ഥയിലാണ്. അവർക്ക് യാതൊരു ആശ്രയവുമില്ല, യാതൊരു സഹായവുമില്ല. ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടിന് ശേഷം ഉടൻ തന്നെ മന്ത്രി ഇടപെട്ടു. മന്ത്രിയുടെ സംഘം എടുത്ത് ഇത് സാധാരണ എല്ലായിടത്തും നടക്കുന്നതാണ്. ഒരു എൻക്വയറി, ഒരു സംഘം, ഒരു അന്വേഷണം എപ്പോഴും കേരളത്തിൻ്റെ ഒരു ശാപമാണിത്. അവർ അത് സംഭവിക്കാൻ കാത്തിരിക്കും. അതെന്തിനാണെന്നറിയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണല്ലോ മന്ത്രിമാർ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആ ശ്രദ്ധ ഉണ്ടായിട്ടില്ല. വകുപ്പ് മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാക്കാതിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭരണസമയത്തെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചാലും. നിങ്ങൾക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അവരെ കൊണ്ട് നിങ്ങൾ പണി ചെയ്യിപ്പിച്ചാൽ കേരളത്തിൽ ഒരു പട്ടികജാതിയിലുള്ള ഒരു കുടുംബങ്ങളും അവശതയിൽ കഴിയുന്ന ഒരു കുടുംബങ്ങളും ആഹാരമില്ലാതെ കഴിയേണ്ട അവസ്ഥ ഉണ്ടാകില്ല. പക്ഷേ അതിന് ദീർഘവീക്ഷണത്തോടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹപ്രവർത്തകരെ അതിലേക്ക് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ ഈ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചുകൊണ്ടൊരു കാര്യമില്ല. വളരെ ശോചനീയമായി ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ബന്ധം. ആ സ്ത്രീ കരഞ്ഞ് വിങ്ങി പൊട്ടുകയാണ്. കഴിക്കാൻ ആഹാരമില്ല. ഇനി അവർക്ക് ആഹാരം വേണമെങ്കിൽ അവരുടെ റേഷൻ അരി കിട്ടിയതിന് ശേഷമേ സാധിക്കുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന റേഷൻ അതിന് ഇനി ദിവസങ്ങൾ കാത്തിരിക്കണം. ഇത് വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. കേരളത്തിൽ ഇങ്ങനെയും മനുഷ്യൻ ആഹാരമില്ലാതെ ജീവിക്കുന്നത്. ഇത് ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സമത്വമായിരിക്കണം, എല്ലാവർക്കും ഇല്ലാത്തവനുള്ളവൻ്റെ പിടിച്ചു വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. ഗവൺമെൻറ് തന്നെ അതിനുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. എമർജൻസിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ എല്ലാ സൗകര്യവും ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഈ വകുപ്പ് ഇങ്ങനെ ആയിപ്പോയി? ഈ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും ഇങ്ങനെ ദരിദ്രത്തിൽ തന്നെ കഴിയുന്നു. അവർ വീണ്ടും കിട്ടുന്ന അരി കൊണ്ട് ജീവിക്കേണ്ട ഒരു സ്ഥിതി
ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് റെഗുലർ സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കിട്ടുന്ന റേഷൻ കിട്ടുന്ന അതികൊണ്ട് 30 ദിവസവും അവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ദൂരീകരിക്കാൻ വകുപ്പ് മന്ത്രിക്ക് പലതും ചെയ്യാൻ പറ്റും. അതിനുള്ള ഫണ്ടുണ്ട്. ഈ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒത്തിരി ഫണ്ടുകൾ പലതിനായി ഗവൺമെൻറ് മാറ്റി വച്ചിട്ടുണ്ട്. എന്താണ് അത് ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്കറിയില്ല. സോ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചാലും ഈ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് യാതൊരു ആരോപണങ്ങളും ഒന്നുമില്ലാത്തൊരു ശുദ്ധനായ ഒരു മന്ത്രിയാണ്. പക്ഷേ എങ്കിലും ശുദ്ധത ഞാൻ ക്ലീനാണ് എന്ന് പറഞ്ഞ് ആ പേരെടുക്കാൻ വേണ്ടി പട്ടിണിക്ക് മനുഷ്യനെ ആക്കിക്കളില്ല. പട്ടിണി പാവങ്ങളെ നാം സൃഷ്ടിക്കാൻ പാടില്ല. അതാണ് ഇവിടെ കിളിമാനൂരിൽ സംഭവിച്ചത്. സോ ആദർശം പറയാം, സത്യസന്ധനാകാം, ഒക്കെ ആകാം. ഒരു ക്ലീൻ ചീറ്റ് കിട്ടാൻ വേണ്ടി ഒന്നിനും ഇടപെടാതെ വെറും മന്ത്രിപദം എന്നുള്ള മാത്രം കാത്തു സൂക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സോ കഴിവതും വേഗം ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. സംഘം അങ്ങോട്ട് അവിടെ പോയിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഘോരമൊക്കെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടായില്ല. ഇനി ഇതുപോലെ ഏതെങ്കിലും വീടുകൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിൽ പെടാതിരിക്കാൻ അങ്ങ് ശ്രമിച്ചാലും അതിനുവേണ്ടി അങ്ങോട്ടൊന്ന് പരിശ്രമിച്ചാൽ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള ഒരു ഗതികേട് കേരളത്തിൽ താങ്കളുടെ ഭരണസമയത്ത് താങ്കൾ വകുപ്പ് മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആരെയും വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. വകുപ്പ് മന്ത്രി ഇതിന് നല്ല രീതിയിലുള്ളൊരു തീരുമാനം എടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നാം കാത്തിരിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.